കേരളത്തിന്റെ ജനവിധി അറിയാനിനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം? തിരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തിരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. ത്രികോണ മത്സരത്തിന്റെ ചൂടും ചൂരും ഒരൽപ്പം കൂടുതലുള്ള നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. 2019 വടകര പിടിക്കാൻ കെ മുരളീധരൻ പോയതോടെ കൈവിട്ടുപോയ വട്ടിയൂർക്കാവ് ഇത്തവണ മുരളീധരനിലൂടെ തന്നെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ 7 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ LDF-നായി സിറ്റിംഗ് MLA ആയ VK പ്രശാന്ത് മത്സരത്തിനിറങ്ങുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നേടിയ ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിൽ NDA മത്സരരംഗത്തിറക്കിയത് മുൻ DGP R ശ്രീലേഖയെയാണ്. വിശദാംശങ്ങളുമായി തുളസി പ്രസാദാണ് ചേരുന്നത്. തുളസി, വെറും 15 വർഷത്തെ മാത്രം പ്രായമുള്ള വട്ടിയൂർക്കാവ് മണ്ഡലം ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടർമാരുടെ പ്രവചനാതീതമായ മനസ്സുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകരെ തന്നെ അമ്പരപ്പിച്ച മണ്ഡലം. 3ാം സ്ഥാനത്തുള്ളവർ ഒന്നാമതെത്തുകയും ഒന്നാമതുള്ളവർ മൂന്നാമതാവുകയും ചെയ്ത ചരിത്രമാണ് വട്ടിയൂർക്കാവിനുള്ളതെന്ന് നമുക്കറിയാം. 7 വർഷമായി MLA ആയിരുന്ന VK പ്രശാന്ത് അവിടെ 1865 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ ആക്ഷേപം. ഇത്തവണ ആർക്കാണ് മുൻതൂക്കം? വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ത്രികോണപ്പോരിന്റെ ചൂടും ചൂരും ഒരു അല്പം കൂടുതലുള്ള മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. നിലവിലിപ്പോൾ LDF-ന് വേണ്ടി സിറ്റിംഗ് MLA ആയ VK പ്രശാന്ത് ആണ്. അദ്ദേഹം നേരത്തെ തിരുവനന്തപുരം മേയർ ആയിരുന്നു. അദ്ദേഹമാണ് മത്സര രംഗത്തുള്ളത്. അതുപോലെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ വട്ടിയൂർക്കാവ് MLA ആയിരുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പ് വയനാട്ടിലെ വടകര MP ആയിരുന്ന K മുരളീധരനാണ്. അതുപോലെ തന്നെ NDA-ക്ക് വേണ്ടി R ശ്രീലേഖയാണ്, മുൻ DGP ആയിരുന്ന ശ്രീലേഖയാണ് മത്സര രംഗത്തുള്ളത്. വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് വെറും 15 വർഷത്തെ പ്രായം മാത്രമാണ് വട്ടിയൂർക്കാവിനുള്ളത്. 2011 വട്ടിയൂർക്കാവ് മണ്ഡലം നിലവിൽ വരുന്നത്. അതിനു മുൻപ് അത് തിരുവനന്തപുരം നോർത്ത് ആയിരുന്നു. ഈ 2011 വട്ടിയൂർക്കാവ് മണ്ഡലം നിലവിൽ വന്നതിന് പിന്നാലെ 2011-ലും 2016-ലും K മുരളീധരനായിരുന്നു വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ച് UDF-ന് വേണ്ടി മത്സരിച്ച് MLA ആയിരുന്നത്. പിന്നീട് 2019 അദ്ദേഹം വടകര മണ്ഡലത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയതോടെയാണ് വീണ്ടും അവിടെ ഒരു ബൈ ഇലക്ഷൻ വരുന്നതും അതുപോലെ തന്നെ LDF-ന്റെ VK പ്രശാന്ത് അവിടെ MLA ആയി വരുന്നതും. ഈ 2019 കൈവിട്ടുപോയ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് UDF. K മുരളീധരനെ തന്നെ വട്ടിയൂർക്കാവിലേക്ക് വീണ്ടും തിരിച്ച് പിടിക്കാനൊരു ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ UDF മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടൊരു അവസ്ഥയുണ്ടായിരുന്നു. ഈ വട്ടിയൂർക്കാവിന്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം എടുത്തു വെക്കുമ്പോൾ പല ട്വിസ്റ്റുകളോടെ നിറഞ്ഞു മറിയുന്നതാണ്. കാരണം ഒരു തവണ മുന്നിലെത്തിയവർ അത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം വട്ടിയൂർക്കാവ് മണ്ഡലത്തെ അപേക്ഷിച്ച് ഉണ്ട്. ഇനി VK പ്രശാന്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വടകര മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ട് MP ആയി K മുരളീധരൻ ലോക്സഭയിലേക്ക് പോകുന്നതും അവിടെ ബൈ ഇലക്ഷൻ വരുന്നതും. പിന്നീട് LDF-ന്റെ VK പ്രശാന്ത് അവിടെ ബൈ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരം മേയറായിരുന്നു. ഈ മേയർ ആയിരിക്കെയുള്ള പ്രവർത്തന മികവുകൾ കൊണ്ട് തന്നെ VK പ്രശാന്ത് തിരുവനന്തപുരത്ത് സ്വീകാര്യത അർഹിക്കുന്ന അല്ലെങ്കിൽ സ്വീകാര്യത നേടിയ ഒരു MLA ആയി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രശാന്ത് മണ്ഡലം നിലനിർത്തുകയുണ്ടായി. ഈ 7 വർഷക്കാലം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തി തന്നെയാണ് VK പ്രശാന്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത്. ഇനി NDA സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോൾ തികച്ചും ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ BJP-യുടെ ഒരു പ്രചാരണം എന്ന് പറയുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് മുന്നേറ്റവും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ടായ വിജയവും ഒക്കെ തന്നെ ഒരു വലിയൊരു ആത്മവിശ്വാസം BJP-ക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. R ശ്രീലേഖയാണ് നിലവിൽ മത്സര രംഗത്ത് ഉള്ളത്. അവർ മുൻ DGP ആണ്. അതുപോലെ തന്നെ നിലവിലെ BJP-യുടെ കൗൺസിലർ കൂടിയാണ്. പ്രധാനമായും LDF സർക്കാരിന്റെ എതിരെ വരുന്ന അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരങ്ങൾ എത്രത്തോളം തിരുവനന്തപുരം ജില്ലയിലെ വോട്ടർമാർക്കിടയിലുണ്ട് അത് വോട്ടാക്കി മാറ്റുക എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ വികസന വാഗ്ദാനങ്ങളും ഉയർത്തിയാകും
ഇത്തവണ എൻഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത്. ഇനി MLA-മാരുടെ സ്വത്ത് വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരന് 7.27 കോടിയിലധികം ആസ്തി മൂല്യമുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത്. LDF-ന് VK പ്രശാന്തിന് 94 ലക്ഷം രൂപയുടെ സ്വത്തുക്കളുണ്ടെന്നും അതുപോലെ തന്നെ R ശ്രീലേഖയ്ക്ക് കുടുംബത്തിനുമാകെ 3.95 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇനി രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ചു കഴിഞ്ഞാൽ വികസനം എല്ലായ്പ്പോഴും മണ്ഡലത്തിൽ വിഷയമാകേണ്ട ഒരു കാര്യം തന്നെയാണ്. വട്ടിയൂർക്കാവിലെ പ്രധാനപ്പെട്ട വികസന വിഷയങ്ങൾ എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, പേരൂർക്കട മേൽപ്പാലം, അതുപോലെ തന്നെ റോഡുകളുടെ ശോച്യാവസ്ഥ, വീതി കുറവ്, മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ള പ്രശ്നങ്ങൾ, പുനരധിവാസ പ്രശ്നങ്ങൾ എന്ന് തുടങ്ങി അനവധി വിഷയങ്ങൾ വോട്ടർമാർക്ക് പറയാനുണ്ട്. ഇത്തവണ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നൊരു രീതിയിലാണ്. കിഫ്ബി വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രമാണ് ഇന്ന് പോൾ പൾസിലൂടെ നമ്മൾ പരിശോധിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് തുളസിയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.